വെൽക്കം ടു ഈസി കൊമേഴ്സ് ക്ലാസ്സസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ലിവറേജ് എന്നും അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്താണ് എന്നുമാണ്. ആ വീഡിയോ കാണാത്ത വിദ്യാർത്ഥികൾ തൊട്ടേ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിർബന്ധമായി പോയി കാണണം. എങ്കിൽ മാത്രമേ ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്സ് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ കഴിയുള്ളൂ. സോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്താണ് എന്നാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ 3 തരം ലിവറേജുകളാണ് ഉള്ളത്. ഒന്നാമത്തത് ഓപ്പറേറ്റിംഗ് ലിവറേജ്, രണ്ടാമത്തത് ഫൈനാൻഷ്യൽ ലിവറേജ്, മൂന്നാമത്തത് കമ്പൈൻഡ് ലിവറേജ്. അതിലെ ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ അറിയേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് എന്നുള്ളത്. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് എത്രയാണോ ലോസ് എത്രയാണോ എന്ന് സൂചിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ്. സോ നമുക്ക് എന്താണ് പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നോക്കാം. ആദ്യം തന്നെ പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സെയിൽസ് ആണ് ആദ്യം ഉണ്ടാവുക. അതിൽ നിന്ന് നമ്മൾ എന്ത് കുറക്കും? വേരിയബിൾ കോസ്റ്റ് കുറക്കും. വേരിയബിൾ കോസ്റ്റ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫിഗറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. കോൺട്രിബ്യൂഷൻ എന്ന് സൂചിപ്പിക്കുന്നത് ഫിക്സഡ് കോസ്റ്റിൻ്റെയും ഇൻട്രസ്റ്റിൻ്റെയും ടാക്സിൻ്റെയും കുറക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് കിട്ടുന്ന ഫിഗറാണ് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷനിൽ നിന്ന് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് കുറക്കും. ഫിക്സഡ് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് EBIT, അതായത് ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ആ ഫിഗറിൽ നിന്ന് നമ്മൾ എന്ത് കുറക്കും? ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഏണിംഗ് ബിഫോർ ടാക്സ്. ഈ ഏണിംഗ് ബിഫോർ ടാക്സിൽ നിന്ന് നമ്മൾ ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ നിന്ന് നമ്മൾ ആദ്യം സെറ്റ് ഓഫ് ചെയ്യുന്നത് പ്രിഫറൻസ് ഡിവിഡൻഡ് ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡിനെയാണ്. ആ ഡിവിഡൻഡ് കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവസാനം കിട്ടുന്ന എല്ലാം കഴിഞ്ഞ് അവസാനം കിട്ടുന്ന കാശാണ് ഇക്വിറ്റി ഏണിംഗ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗറാണ് ഏണിംഗ് പെർ ഷെയർ. അതായത് ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഒരു ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്ത ഇക്വിറ്റി ഷെയറിൽ നിന്ന് അയാൾക്ക് കിട്ടുന്ന ഏണിങ്സ് എത്രയാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഏണിംഗ് പെർ ഷെയർ. ഇത്രയുമാണ് ഒരു പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്താണ്? ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് EBIT ആൻഡ് ഇൻഡിക്കേറ്റ് ബിസിനസ് റിസ്ക്. സെയിൽസും EBITയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ് ബിസിനസ് റിസ്ക്. അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ബിസിനസ് റിസ്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്നലെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ട് വേരിയബിൾ തമ്മിൽ ഒരു വേരിയബിളിനെ മറ്റൊരു വേരിയബിൾ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതിനെയാണ് ലിവറേജ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? EBIT എന്ന ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ സെയിൽസ് എന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കുന്നതിനാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്. ഒന്നും കൂടി മനസ്സിലാക്കുന്ന ഭാഷയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സെയിൽസ് ഇത്ര ശതമാനം കൂടിയാൽ EBIT എത്ര ശതമാനം കൂടും എന്ന് പരിശോധിക്കുന്നതാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. സോ നമുക്കതിൻ്റെ ഒരു ഫിഗറിലോട്ട് കിടക്കാം. ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ബിസിനസ് റിസ്ക് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അടുത്തത് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത് എന്താ? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT വിത്ത് റെസ്പെക്ട് ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ക്വാണ്ടിറ്റി. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ സെയിൽസിൽ ഉണ്ടാവുന്ന മാറ്റം എത്രമാത്രമാണ് EBIT ഉണ്ടാവുന്നത്, EBIT എത്രമാത്രം മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. അടുത്ത് നമുക്ക് എന്താണ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ ഇക്വേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി ഇപ്പോൾ മുന്നേ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. വളരെ ഈസിയാണ്. ഇതിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഏതാണ്? സെയിൽസ് ആണ്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ EBITയുമാണ്. വളരെ എളുപ്പമാണ് അത് പഠിക്കാൻ. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. സോ എന്താണ് ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ മാത്തമെറ്റിക്കൽ ഇക്വേഷൻ എന്ന് നമുക്ക് നോക്കാം. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT. ഇതൊരു മാത്തമെറ്റിക്കൽ ഇക്വേഷൻ ഡെറൈവ് ചെയ്തതാണ്. ഇതിൻ്റെ കൺസെപ്റ്റ് ഒരുപാടുണ്ട്. നമുക്ക് അത്രയൊന്നും ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT എന്നുള്ളത് മാത്രം പഠിച്ചു വെക്കുക. ഇനി കോൺട്രിബ്യൂഷൻ എന്താണ്, EBIT എന്താണെന്നുള്ളത് ഓൾറെഡി ഞാൻ പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ പറഞ്ഞതാണ്. എങ്കിൽ കൂടി ഒരിക്കൽ കൂടി പറയാം. ആദ്യം നമ്മൾ സെയിൽസ് ആണ് നമുക്ക് ലഭിക്കുക. ആ സെയിൽസിൽ നിന്ന് നമ്മൾ വേരിയബിൾ കോസ്റ്റ് കുറക്കും. വേരിയബിൾ കോസ്റ്റ് എന്താണ്? ചിലപ്പോൾ മാനുഫാക്ചറിങ് കോസ്റ്റ് ആയിരിക്കാം. അത്തരം കോസ്റ്റുകൾക്കാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ചേഞ്ചസ് ആവും. വേരിയബിൾ എന്ന് പറഞ്ഞാൽ ചേഞ്ച് എന്നാണ് അർത്ഥം. സോ
അതാണ് വേരിയബിൾ കോസ്റ്റ്. സോ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. ഈ കോൺട്രിബ്യൂഷനിൽ നിന്ന് നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫിഗറാണ് EBIT. സോ സെയിൽസ് ലെസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ ലെസ് ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു EBIT. ഈ അതിൽ നിന്ന് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ മാത്തമെറ്റിക്കൽ ഫോർമുല. ഇതിൽ നിന്ന് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ കോൺട്രിബ്യൂഷൻ എന്നതിനുള്ള തൊട്ടതായുള്ള ഫിക്സ്ഡ് കോസ്റ്റിന്റെ അവിടെ ഒരു ഡിവിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷനായി. ആ ഫിക്സ്ഡ് കോസ്റ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ഡിവിഷന്റെ ചിഹ്നം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷനായി. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. ഇവിടെ ലെസ് ഫിക്സ്ഡ് കോസ്റ്റ് എന്നുള്ളതിന് പകരം ഒരു ഒറ്റ വര വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഇക്വേഷനായി. എളുപ്പത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമുക്ക് ഇതിൽ എക്സാമ്പിൾ വെച്ച് നമുക്ക് എന്താണ് ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഫിക്സ്ഡ് കോസ്റ്റിന് ഉണ്ടാവുന്ന എഫക്റ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സോ നമുക്ക് എക്സാമ്പിളിലോട്ട് നമുക്ക് പോവാം. ഞാനിവിടെ ഓൾറെഡി വർക്കൗട്ട് ചെയ്ത് വെച്ച ഒരു എക്സാമ്പിൾ വെച്ചാണ് ഞാൻ ഇവിടെ ഇത് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ സ്റ്റുഡൻസ് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു എക്സാമ്പിൾ പറയുമ്പോൾ അത് നമുക്ക് ആ ഒരു സ്ഥാപനം അല്ലെങ്കിൽ നമ്മളെ എക്സാമ്പിളിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. സോ ഇവിടെ നമുക്കൊരു ബിസിനസ് ഉണ്ട് എന്ന് നമ്മൾ കരുതുക. ഓക്കെ, നമുക്കൊരു ബിസിനസ് ഉണ്ട്. ഈ ബിസിനസ്സിൽ നിന്ന് നമുക്കൊരു വർഷാവസാനം 2000 യൂണിറ്റ് എന്താണ് നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് നമ്മൾ 2000 യൂണിറ്റ് വിൽക്കുന്നുണ്ട്. എല്ലാ വർഷവും 2000 രൂപ വിൽപ്പന നടത്തുന്നുണ്ട്. 2000 രൂപയല്ല, 2000 യൂണിറ്റ് വിൽപ്പന നടത്തുന്നുണ്ട്. ഓക്കെ, സെയിൽസ് പെർ യൂണിറ്റ് 10 രൂപയാണെന്ന് കരുതുക. എന്ന് വെച്ചാൽ 10 രൂപയാണ് ആ സാധനത്തിൻ്റെ വില. അതുപോലെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 5 രൂപയാണെന്നും കരുതുക. ഓക്കെ, 2000 യൂണിറ്റ് നമ്മൾ വിൽക്കുന്നുണ്ട്, അതിൻ്റെ വില 10 രൂപയാണ് ഓരോന്നിനും. അതുപോലെ 5 രൂപയാണ് അതിൻ്റെ വേരിയബിൾ കോസ്റ്റ്. 5000 രൂപ ഫിക്സ്ഡ് കോസ്റ്റുമാണ് എന്നും കരുതുക. ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. അത് സെയിൽസ് 3000 യൂണിറ്റായി വർദ്ധിച്ചാലും 4000 യൂണിറ്റായി വർദ്ധിച്ചാലും ഇനി 1000 യൂണിറ്റായി കുറഞ്ഞാലും ഫിക്സ്ഡ് കോസ്റ്റ് എപ്പോഴും സെയിം ആയിരിക്കും. അവിടെ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ഓക്കെ, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ബിസിനസ് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളോട് ഒരാൾ വന്ന് പറയുന്നത്, ഇതിൻ്റെ ലിവറേജ് ഒന്ന് പരിശോധിച്ച് നോക്കൂ. 50% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണ് ഏണിങ്സ് കൂട്ടാൻ പറ്റുന്നത്, അല്ലെങ്കിൽ 50% കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് ഇത് കുറയുന്നത് എന്നുള്ളത് ഒന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. നിങ്ങളുടെ ബിസിനസ്സിന് എത്രമാത്രം റിസ്ക് ഫാക്ടർ ഉണ്ട്, അല്ലെങ്കിൽ ബിസിനസ് റിസ്ക് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യാണ്? ഇദ്ദേഹമല്ല, നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിൻ്റെ ലിവറേജ് പരിശോധിക്കാൻ പോവുകയാണ്. സോ ലിവറേജ് പരിശോധിക്കാൻ വേണ്ടി ആദ്യം നമുക്ക് വേണ്ട എന്താണ്? പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ 100% ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഒരു പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ വേണ്ട എലമെൻറ്റ് എന്താണ്? സെയിൽസ് ആണ്. സെയിൽസിൻ്റെ യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, 2000 യൂണിറ്റാണ് എക്സിസ്റ്റിംഗ്. സോ 2000 യൂണിറ്റിൻ്റെ സെയിൽസ് വാല്യൂ എത്രയാണ് വരിക? 2000 ഇൻറ്റു 10, അതായത് ഒരു യൂണിറ്റിന് 10 രൂപയാണ്. സോ 2000 ഇൻറ്റു 10 എത്രയാണ്? 20000 രൂപ വരും. ഓക്കെ, അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ 2000 യൂണിറ്റിന് വേരിയബിൾ കോസ്റ്റ് എത്ര വരും? 2000 ഇൻറ്റു 5, 10000 രൂപ വരും. അതും ഓക്കെ. അപ്പോൾ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫിഗറാണ് എന്ത്? കോൺട്രിബ്യൂഷൻ. ഓക്കെ, ഈ കോൺട്രിബ്യൂഷനിൽ നിന്ന് നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? EBIT. ഓക്കെ, ഇതുവരെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ 50% ഡിക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് 2000 യൂണിറ്റ് ഉള്ളത് 50% കുറഞ്ഞു. 2000 യൂണിറ്റ് 50% എത്രയാണ്? 1000. സോ 1000 യൂണിറ്റ്, 2000 മൈനസ് 1000, 1000 ആയിട്ട് നമ്മളുടെ യൂണിറ്റ് കുറഞ്ഞു എന്ന് കരുതുക. അതുപോലെ തന്നെ 2000 യൂണിറ്റിൻ്റെ 1000 യൂണിറ്റ് ഇൻക്രീസ് ചെയ്തു എന്ന് കരുതുക. 2000 യൂണിറ്റിന് 50% എന്ന് പറഞ്ഞാൽ 1000. സോ 2000 പ്ലസ് 1000 3000 യൂണിറ്റായി മാറി. എങ്കിൽ എന്ത് സംഭവിക്കും സെയിൽസ് വാല്യൂവിന് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പരിശോധിക്കാൻ പോകുന്നത്. ഈ രണ്ട് സിറ്റുവേഷനിലും എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. ഈ രണ്ട് സിറ്റുവേഷനിലും സെയിൽസ് പെർ യൂണിറ്റും വേരിയബിൾ പെർ യൂണിറ്റും ഫിക്സഡ് കോസ്റ്റും ചേഞ്ച് ചെയ്യുന്നില്ല. രണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ 3 സിറ്റുവേഷനിലും സെയിം ആണ്. ഓക്കെ, 3 സിറ്റുവേഷന് മുന്നേ പറയാഞ്ഞത് എക്സിസ്റ്റിംഗ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇവിടെ 2 സിറ്റുവേഷനാണ് ബാലൻസ് ഉള്ളത്. ഒന്ന് 50% ഡിക്രീസും 50% ഇൻക്രീസും. ഈ 2 സിറ്റുവേഷനിലും സെയിൽസ് പെർ യൂണിറ്റും വേരിയബിൾ പെർ യൂണിറ്റും ഫിക്സ്ഡ് കോസ്റ്റും നോ ചേഞ്ച്, അവിടെ മാറ്റം വരുന്നില്ല. എവിടെ മാത്രമേ മാറ്റമുള്ളൂ? സെയിൽസ് യൂണിറ്റാണ് മാറ്റമുള്ളത്. സോ ഈ സെയിൽസിൻ്റെ വാല്യൂ എത്ര എന്നുള്ളത് നോക്കാം. 1000 ഇൻറ്റു 10 ആണ് ഇവിടെ സെയിൽസ് വാല്യൂ. അപ്പോൾ എത്ര കിട്ടും? 10000 രൂപ കിട്ടും. ഇവിടെ 3000 ഇൻറ്റു 10 ആണ് സെയിൽസ് വാല്യൂ. അപ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? 30000 രൂപ ലഭിക്കും.
ഓക്കെ, അതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുകയാണ്. അപ്പോൾ 1000 ഇൻറ്റു 5 വേരിയബിൾ കോസ്റ്റ് എത്ര വരിക? 5000 രൂപ വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗറാണ് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷനിൽ നമ്മൾ എന്ത് കുറക്കും? ഫിക്സഡ് കോസ്റ്റ് കുറക്കും. ഫിക്സഡ് കോസ്റ്റ് കുറച്ചിട്ട് നമുക്ക് എന്ത് ലഭിക്കും? EBIT ലഭിക്കും. അതുപോലെ തന്നെ ഇവിടെ വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 3000 ഇൻറ്റു 5 ആണ്. സോ 15,000 വരും. 30,000 15,000 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷനിൽ നിന്ന് നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും? EBITയും ലഭിക്കും. സോ ഈ 3 സിറ്റുവേഷനിലും നമുക്ക് EBIT ഇപ്പോൾ ലഭിച്ചു. എക്സിസ്റ്റിംഗ് കേസിൽ EBIT എത്രയാണ്? 5000. 50% ഡിക്രീസ് ചെയ്യുമ്പോൾ 0. 50% ഇൻക്രീസ് ചെയ്യുമ്പോൾ 1000. എന്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ? 50% ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ന് ഞാൻ പറയുന്നുണ്ട്. 50% സെയിൽസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ EBIT 50% സെയിൽസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ EBIT 10,000 കൂടി. 50% സെയിൽസ് ഡിക്രീസ് ചെയ്യുമ്പോൾ EBIT 0 ആയി കുറഞ്ഞു. ഇതാണ് ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടുള്ളത്. സോ എത്രയാണ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT എന്നുള്ളതാണ് അടുത്ത് നമ്മൾ പരിശോധിക്കാം. അതായത് 50% സെയിൽസ് ഡിക്രീസ് ചെയ്തപ്പോൾ എത്ര ശതമാനമാണ് EBIT ഡിക്രീസ് ചെയ്ത് എന്നുള്ളതാണ് ഇവിടെ പരിശോധിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ 50% സെയിൽസ് ഇൻക്രീസ് ചെയ്തപ്പോൾ എത്ര ശതമാനമാണ് EBIT വർദ്ധിച്ചത് എന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മളൊരു ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം എന്തിൻ്റെയും ചേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം നിലവിലുള്ള ബേസ് എടുക്കും. ബേസ് എത്രയാണ്? എക്സിസ്റ്റിംഗ് 5000 ആണ്. 5000-ൽ നിന്ന് 50% ഡിക്രീസായി കുറഞ്ഞപ്പോൾ എത്രയാണ് വരിക? 5000 മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 5000. അപ്പോൾ 5000 ആണ് ഇവിടെ ചേഞ്ച് ഉള്ളത്. 5000 ആണ്. ഇനി അതിനെ എന്തുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും? 5000 ഡിവൈഡ് ബൈ ബേസ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ്. സോ 5000 ഡിവൈഡ് ബൈ എക്സിസ്റ്റിംഗ് എത്രയാണ്? 5000. 5000 ഡിവൈഡ് ബൈ 5000 നമുക്ക് എന്ത് കിട്ടും? 1 എന്നുള്ള ഫിഗർ കിട്ടും. അതിൻ്റെ കൂടി നമ്മൾ എന്ത് ചെയ്യണം? 100 ഇൻറ്റു ചെയ്യണം, പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 5000 മൈനസ് 0 ഡിവൈഡ് ബൈ 5000 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 100% കിട്ടും. ഇവിടെ അതുപോലെ സെയിം തന്നെയാണ്. ഇവിടെ 5000 എന്നുള്ളത് 10,000 രൂപയായിട്ടാണ് മാറിയത്. സോ 5000-ൽ നിന്ന് 10,000 മാറണമെങ്കിൽ എത്രയാണ് ചേഞ്ച്? 5000 ആണ്. സോ 5000 ഡിവൈഡ് ബൈ 5000 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 100% ആണ് ഇവിടെയുള്ള ചേഞ്ച്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അതായത് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ 50% ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, സെയിൽസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ 100% EBIT ഡിക്രീസ് ചെയ്യും. അതുപോലെ തന്നെ 50% സെയിൽസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ 100% EBIT ഇൻക്രീസ് ചെയ്യും എന്നാണ് ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത്രയും വരെ ഓക്കെ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഇവിടെ 50% ഡിക്രീസ് ചെയ്തപ്പോൾ 100% ഡിക്രീസ് ചെയ്തത്? എന്തുകൊണ്ടാണ് ഇവിടെ 50% ഇൻക്രീസ് ചെയ്തപ്പോൾ 100% ഇൻക്രീസ് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതിന് കാരണമാണ് മാഗ്നിറ്റ്യൂഡ് എഫക്റ്റ് ഓഫ് ഫിക്സഡ് കോസ്റ്റ്. ഈ ഫിക്സഡ് കോസ്റ്റ് ആണ് അതിന് കാരണം. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ ഫിക്സഡ് കോസ്റ്റ് ആണ് 50% ഡിക്രീസ് ചെയ്തപ്പോൾ ഇവിടെ 100% ഡിക്രീസ് ചെയ്യാനുള്ള റീസൺ, അല്ലെങ്കിൽ 50% ഇൻക്രീസ് ചെയ്തപ്പോൾ ഇവിടെ 100% ഇൻക്രീസ് ചെയ്യാനുള്ള റീസൺ ഈ ഫിക്സഡ് കോസ്റ്റ് ആണ്. അതാണ് ഇവിടെ പറയുന്നത് മാഗ്നിറ്റ്യൂഡ് എഫക്റ്റ് ഓഫ് ഫിക്സഡ് കോസ്റ്റ്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവർ പറയുന്നുണ്ടല്ലോ അങ്ങനെയാണ്, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ഈ ഫിക്സഡ് കോസ്റ്റ് ഞാനിവിടെ 0 ആക്കി മാറ്റുകയാണ്. 0 0 0 0 ആക്കി മാറ്റുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 50% സെയിൽസ് ഡിക്രീസ് ചെയ്യുമ്പോൾ 50% മാത്രമേ EBIT കുറയുന്നുള്ളൂ. അതുപോലെ 50% സെയിൽസ് ഇൻക്രീസ് ചെയ്തപ്പോൾ 50% മാത്രമേ വർദ്ധിക്കുന്നുള്ളൂ. ഇതാണ് ഇതിൻ്റെ മാറ്റം. ഫിക്സഡ് കോസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നോ എഫക്റ്റ് ആണ്, ഒരു എഫക്റ്റും സംഭവിക്കുന്നില്ല. സെയിം തന്നെയാണ് ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നതും സെയിം തന്നെയാണ് ഇവിടെ ഡിക്രീസ് ചെയ്യുന്നു. അല്ലാണ്ട് ഒന്നും അധികമായിട്ട് കൂടുന്നോ കുറയുന്നോ ഇല്ല. ഇതാണ് ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ഇവിടെ 5000 തന്നെ ഇട്ട് നോക്കി കഴിഞ്ഞാൽ ആ പഴയ ഫിഗർ നമുക്ക് ലഭിക്കും. ഓക്കെ, 100 വന്നു. ഈ 5000 ഒഴിവാക്കി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി മുന്നേ കണ്ടതുപോലെ തന്നെ വരും. ഇതാണ് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. മാഗ്നിറ്റ്യൂഡ് എഫക്റ്റ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് കാരണമാണ് എന്തുണ്ടാവുന്നത്? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT ഇൻക്രീസും ഡിക്രീസും സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നോ ഫിക്സഡ് കോസ്റ്റ്, ഒരു ഫിക്സഡ് കോസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നോ ഓപ്പറേറ്റിംഗ് ലിവറേജ്, അവിടെ പ്രത്യേകിച്ച് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഒന്നും ഇല്ല. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇനി അടുത്തത് ഇതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ
ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ആണ് ഇതിൻ്റെ ഇക്വേഷൻ. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. ഈ ഇക്വേഷനോട്ട് നിട്ട് കഴിഞ്ഞാൽ എത്രയാണ് ലിവറേജ് എന്ന് കിട്ടുക എന്ന് നമുക്ക് നോക്കാം. സോ നമുക്കറിയാം പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT എത്രയാണ്? 100% ആണ്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് എത്രയാണ്? 50% ആണ്. സോ ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫിഗർ 200% ആണ്. ബോത്ത് സിറ്റുവേഷൻ. സോ ഇത്രയുമാണ് ലിവറേജിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനും അതുപോലെ റിലേറ്റീവ്സിനും മറ്റു കോളേജിൽ പഠിക്കുന്ന ഫ്രണ്ട്സിനും എല്ലാവർക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്യണം. അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. സോ ഞാൻ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക്